അങ്ങനെ ആ ഒരു അസുലഭ മുഹൂർത്തം കൂടെ നമ്മൾ കണ്ടിരിക്കുകയാണ്. ഐഷോ സ്പീഡ് ആൻഡ് CR7 അവരിനി മുതൽ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. എന്തൊക്കെയാണെങ്കിലും സ്പീഡിന്റെ മോഷൻ ഇറ്റ്സ് ക്രേസി. ഇതേപോലൊക്കെ ഒരാൾ വളരുമെന്ന് ആരും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവില്ല. സാധാരണ സ്പീഡ് വരുന്ന മാച്ചസിലൊക്കെ CR7 ചെറിയ കഷ്ടകാലമൊക്കെ ഉണ്ടാവാറുണ്ട്. ഒരു സ്പീഡ് കേഴ്സ് തന്നെ CR7ന്റെ മേലുണ്ട് എന്നുള്ള തരത്തിലൊക്കെയാണ് ആൾക്കാർ സംസാരിച്ചിട്ടുണ്ട്. ഈ ഒരു മാച്ചിലും അതിനുള്ള സാധ്യതകളൊക്കെ ഉണ്ടായിരുന്നു. ആള് കഷ്ടകാലത്തിന് ഒരു പെനാൾട്ടി കൂടെ മിസ്സാക്കി. ബട്ട് ഓക്കെ, ഒരു ബട്ട് ഉണ്ട് ഇത്തവണ. പെനാൾട്ടി മിസ്സാക്കി അടുത്ത മിനിറ്റിൽ ഔട്ട്സൈഡ് ദ ബോക്സ് ഫുൾ ഡൈവ് ചെയ്യണ കീപ്പറിനെ മറികടന്നിട്ടുള്ള ഒരു ടോപ്പ് കോർണർ ഫിനിഷ് കണ്ടു നിന്ന ഫാൻസ് മാത്രമല്ല കേട്ടോ, അണ്ണനും വാസ് ലിറ്ററലി ഹൈപ്ഡ്. ഓക്കെ, ആ ഒരു പെനാൾട്ടി മിസ് ആളുടെ മൈൻഡിൽ കിടന്ന് കളിക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ഗോളും കൂടെ വന്നപ്പോൾ ഹി വാസ് ഹൈപ്ഡ് ആൻഡ് ജെയ്സിയൊക്കെ ഊരി ഒരു ഓറ ഫാമിംഗ് സെലിബ്രേഷൻ. ജാവ് ഫിലിക്സ് അനദർ ഹാട്രിക്. ഓൾറെഡി ലീഗിൽ 8 ഗോൾസ് ആയ ആൾക്ക് ആളുടെ ഫസ്റ്റ് 2 ഗോൾസും അത്രയും അടിപൊളി ആയിരുന്നു. ഔട്ട്സൈഡ് ദ ബോക്സ് ഒരു പവർ ഷോട്ട്, പിന്നെ 2-3 ഡിഫൻഡേഴ്സിനെ വലിച്ചു പോയിട്ടുള്ള ഒരു ഗോൾ. ആൻഡ് എന്താ പറയാ, ഈ അത്ലറ്റിക്കോ മഡ്രിഡും ചെൽസിയും അങ്ങനെയുള്ളവരൊക്കെ ഫെലിക്സിനെ സൈൻ ചെയ്ത സമയത്ത് എക്സ്പെക്ട് ചെയ്ത ആ ഒരു പെർഫോമൻസ് ഇല്ലേ, കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിലും അൽ നാസറിൽ നമ്മൾ ആ ഒരു ടൈപ്പ് ഓഫ് ഫെലിക്സിനെ കാണുന്നുണ്ട്. അൽ നാസറിനെ സംബന്ധിച്ച് വളരെ ഈസി ആയിട്ടുള്ള ഒരു മാച്ച് ആയിരുന്നു ഇത്. 5-1 അവർ ജയിച്ചത്. സീസണിലെ പെർഫെക്റ്റ് റൺ അവർ കണ്ടിന്യൂ ചെയ്യാണ്. ഇതേപോലൊക്കെ പോയ അണ്ണന്റെ ഫസ്റ്റ് ട്രോഫി, ഫസ്റ്റ് ലീഗ്, ഇറ്റ് കുഡ് ബി ദിസ് സീസൺ ഗ്രാൻഡ്മ. അണ്ണന്റെ ഗോളൊക്കെ അവിടെ ഉണ്ടെങ്കിലും മാച്ച് കഴിഞ്ഞിട്ടാണ് ദ ബെസ്റ്റ് മൊമെന്റ്. അൽ നാസറിന്റെ ആ ഒരു സ്ഥിരം പരിപാടി ഉണ്ട്, ജയിക്കുമ്പോൾ ഫാൻസിന്റെ ഒപ്പം പോയിട്ട് സെലിബ്രേറ്റ് ചെയ്യുക. ഇത്തവണ അണ്ണൻ സ്പീഡിന് പഠിപ്പിച്ചു കൊടുത്തു എങ്ങനെയാണ് ആ ഒരു സെലിബ്രേഷൻ ലീഡ് ചെയ്യേണ്ടത്, ഡ്രമ്മിൽ കൊട്ടേണ്ടത് എന്നൊക്കെ. എന്നിട്ട് സ്പീഡും അണ്ണനും പരസ്പരം കണ്ണിൽ നോക്കിയിട്ട് കണ്ണും അങ്ങനെയൊക്കെയാണ് ആ സാധനം ചെയ്തത്. സ്പീഡിന്റെ വളർച്ചയിലും ആളുടെ ഇത്രയും കാലത്തെ കഷ്ടപ്പാടിനുള്ള റിസൾട്ട് CR7 ഫൈനലി ആളെ റെക്കഗ്നൈസ് ചെയ്യണു, ഫോളോ ചെയ്യണു, സ്റ്റോറിയിൽ മെൻഷൻ ആക്കണോ, ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് സന്തോഷമൊക്കെ ഉണ്ട്. പക്ഷേ എന്താണെന്നറിയില്ല, നല്ല അസൂയുണ്ട് കേട്ടോ. ഇറ്റ് ഷുഡ് ഹാവ് ബീൻ മീ. അണ്ണന്റെ ടീം 5-1 ജയിച്ചപ്പോൾ മെസ്സിയുടെ ടീമും മോശമാക്കിയിട്ടില്ല. 5-2 ഇന്റർ മിയാമി നാഷ്വില്ലിനെ തോൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് മെസ്സിസ് ഹാട്രിക്, അനദർ പെർഫെക്റ്റ് 10 റേറ്റിംഗോടെയുള്ള ഒരു പെർഫോമൻസ്. അതിൽ തന്നെ ആ ഒരു ഫസ്റ്റ് ഗോൾ, എങ്ങനെ ആ ഡിഫൻഡേഴ്സിനോടൊക്കെ ഒരു മര്യാദക്ക് വേണ്ടേ. സെക്കൻഡ് ഗോൾ ഒരു പെനാൾട്ടി ആയിരുന്നു. അപ്പാരന്റ്ലി 2025 ആളുടെ ഫസ്റ്റ് പെനാൾട്ടി ആണത്രേ. പിന്നെപ്പോ എന്താ, MLS റെഗുലർ സീസൺ ഫിനിഷ് ചെയ്യാനും ആളുടെ ഹാട്രിക് കംപ്ലീറ്റ് ചെയ്യാനും സ്ഥിരം കോപ്പി പേസ്റ്റ് ഗോൾ. മാച്ചില് മെസ്സിക്ക് ഒരു അസിസ്റ്റ് കൂടെ ഉണ്ടായിരുന്നു. അതായത് കരിയറിൽ 399 അസിസ്റ്റ് ആയി. 1 മോർ അസിസ്റ്റ് കൂടെ ആവുമ്പോ നിങ്ങൾക്ക് കാൽക്കുലേഷൻ അറിയില്ലെങ്കിൽ 400 അസിസ്റ്റ് ആവും. മനസ്സിലായോ? ഓൾസോ 29 മാച്ചില് 28 ഗോള് 19 അസിസ്റ്റ്. തുടർച്ചയായിട്ട് 2ാം തവണ MLS-ലെ മോസ്റ്റ് വാല്യുബിൾ പ്ലെയർ. ഇന്നലെ പ്രീമിയർ ലീഗിലും ഒരു ഹാട്രിക് ഉണ്ടായിരുന്നു. ക്രിസ്റ്റൽ പാലസ് വേഴ്സസ് ബോൺമുത്ത് മാച്ചിൽ മറ്റേറ്റയുടെ വക. മാച്ച് എൻഡ് ചെയ്തത് 3-3 എന്നുള്ള ഒരു സ്കോർ ലൈനിലാണ്. ചെൽസിക്കെതിരെ 3-0 തോറ്റതോടെ സെക്കൻഡ് സീസണിൽ ട്രോഫി അടിക്കുക എന്നുള്ള ആഞ്ചെ സൂപ്പർ ഗ്ലൂവിന്റെ പ്ലാനൊക്കെ കൊളായിട്ടുണ്ട്. 2 മാസം പോലും തികച്ചു നിന്നില്ല, സാക്ക് ചെയ്തു. പേഴ്സണലി നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ബോർഡിന്റെ കഴപ്പാണ് ഇതെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അല്ലാതെ ആൾക്ക് ടീമിനെ ബിൽഡ് ചെയ്യാനും ഓരെ കളിപ്പിക്കാനൊക്കെ ഒരു സമയം കൊടുക്കണ്ടേ. ഇതെന്ത് 2 ദിവസം കൊണ്ട് ഓരെ കൊണ്ട് കപ്പടിപ്പിക്കാൻ പറ്റുമോ? വല്ലാത്ത ജാതി ആൾക്കാർ. മാൻ സിറ്റി വേഴ്സസ് എവർട്ടൺ. സിറ്റി 2 ഗോളിന് ജയിച്ചു. 2 ഗോളും അടിച്ചത് എർലിംഗ് ഹാലൻഡ്. ആൾക്ക് സീസണിൽ ഓൾറെഡി 11 ഗോൾസ് ആയി. എന്താണിത്? ഗോളിനൊന്നൊരു വില അല്ല ഇപ്പോ. ഗോള് വില. അപ്പൊ മെൻഷൻ ചെയ്യേണ്ട വേറൊരു പ്ലെയർ ആണ് ഹാരി കെയ്ൻ. ബയൺ മ്യൂണിക് വേഴ്സസ് ബൊറൂസിയ ഡോർട്ട്മുണ്ട്, ദർ ക്ലാസിക്കർ. 2-1 ബയൺ ജയിച്ചു. ഒലീസെ ആൻഡ് കെയ്ൻ അവരായിരുന്നു ഗോൾ സ്കോറേഴ്സ്. ഓഫ് കോഴ്സ് മാൻ, കെയ്ൻ സ്കോർഡ്. ഗോൾ അടിച്ചതിന് പുറമെ ഇയാൾ 90-ാം മിനിറ്റിൽ സ്വന്തം ബോക്സിൽ പോയിട്ട് സ്ലൈഡ് ടാക്കിൾ ചെയ്ത് ഒപ്പണൻസ് ഗോൾ അടിക്കണേന്ന് ടീമിനെ രക്ഷിക്കുകയൊക്കെ ചെയ്യണു. എന്തൊക്കെ കാണണം നമ്മൾ ഓരോ ആഴ്ചയും ഫുട്ബോളില്. ഞാൻ വെറുതെ ഹാരി കെയ്ന്റെ മാത്രം മാച്ച് ഹൈലൈറ്റ്സ് നോക്കിയപ്പോൾ പകുതി മുക്കാൽ സമയം ഇയാൾ സ്വന്തം ഹാഫിന്ന്
ബാക്കിയുള്ള പ്ലേയേഴ്സിന് ബോൾ പാസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ കളിക്കുന്ന ഒരു പ്ലെയർ ഓൾറെഡി സീസണിൽ 22 ഗോൾ അടിച്ചു, അതും 13 മാച്ചിൽ നിന്ന്. വേറെ ഇപ്പൊ എന്താ, ബാഴ്സലോണ ജിറോണക്കെതിരെ ലാസ്റ്റ് മിനിറ്റിൽ ഗോൾ അടിച്ച് ജയിച്ചു.